ഏറ്റവും ആശാവഹമായ വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. വെടിനിർത്തൽ ധാരണ ഇറാൻ അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക ടിവിയാണ് ഈ വിവരം പുറത്തുവിടുന്നത്. ഇസ്രായേലും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. അതിനിടെ ഇന്നും ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയും ചെയ്തു. വിവരങ്ങളുമായി അശ്വജിത്തുണ്ട്. അശ്വജിത്ത്, ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നില്ല, പക്ഷേ ഇറാൻ ടിവി പറയുന്നു വെടിനിർത്തലിന് ധാരണയായെന്ന്. അവിടുത്തെ വിദേശകാര്യമന്ത്രിയും പറയുന്നത് നോ ഡീൽ എന്നാണെങ്കിൽ പോലും ഇസ്രായേൽ നിർത്തിയാൽ ഞങ്ങൾ അതിന് തയ്യാറാണ്, ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു. അതായത് ആ സമാധാന ശ്രമങ്ങൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു. പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ് അല്ലേ ദിവിഷ്? തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. പക്ഷേ അതിലൊരു പരിപൂർണമായ വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഔദ്യോഗിക മാധ്യമം, ഇറാൻ്റെ ഔദ്യോഗികമായ മാധ്യമമായൊരു പ്രസ് ടി വിയാണ് ഈ ചർച്ചയ്ക്കിടയിൽ ഇത്തരത്തിലൊരു സീസ് ഫയർ വന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങളോ മിലിറ്ററിയോ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരത്തിലൊരു ട്വീറ്റോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റോ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറെക്കുറെ ഈ ചാനൽ അല്ലെങ്കിൽ ഇറാൻ്റെ ഔദ്യോഗികമായ മാധ്യമം സ്ഥിരീകരിക്കുന്നുണ്ട്, തങ്ങൾ അംഗീകരിക്കുന്നു, സീസ് ഫയർ അംഗീകരിക്കുന്നു എന്നുള്ളത്. ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്, IDF-ൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണം വന്നിട്ടുമില്ല. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് അമേരിക്കയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ, വൈറ്റ് ഹൗസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത്, ഇന്ന് ഇന്ത്യൻ സമയം ഏതാണ്ട് 9:30-10 മണിയോടുകൂടി തന്നെ ഇറാൻ ആദ്യം വെടിനിർത്തുമെന്നും അതിന് 12 മണിക്കൂറിന് ശേഷം, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് വൈകുന്നേരം 9:30 തന്നെ ഇസ്രായേലും ആ നടപടിയുടെ ഭാഗമാകുമെന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ഒരുപക്ഷെ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിലൂടെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഖൊമനോയിയുടെ എക്സ് ഹാൻഡിലിൽ അദ്ദേഹം കുറച്ച് മണിക്കൂറുകൾ മുമ്പിട്ടിരിക്കുന്നത്, we didn't harm anyone and we will not accept any harassment from anyone under any circumstances and we will not submit to anyone's harassment. This is the logic of the Iranian nation എന്നാണ്. അതായത് തങ്ങൾ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ തിരിച്ചടികൾക്ക് നിന്നുകൊടുക്കുന്ന സ്വഭാവം ഇറാനില്ല, അതിനുള്ള മറുപടികൾ തങ്ങൾ കൊടുത്തിരിക്കുമെന്നാണ്. അനാവശ്യമായി തങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ ആ വാക്കുകളിലൊക്കെ എവിടെയൊക്കെയോ ഒരു സമാധാനത്തിൻ്റെ സൂചനകളായി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഖൊമനൈയാണ് ഇക്കാര്യത്തിലല്ലേ ഒരു ഔദ്യോഗികമായ അല്ലെങ്കിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടതും അത് പ്രഖ്യാപിക്കേണ്ടതും എന്ന് തോന്നുന്നു. പക്ഷേ സമാന്തരമായി ഇറാനിൽ ഈ ഒരു സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടോ മറ്റ് സംവിധാനങ്ങൾ? ഇറാന്റെ ഈ വിദേശകാര്യമന്ത്രി ഇന്ന് രാവിലെ തന്നെ ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വ്യക്തമാക്കിയത്, തങ്ങൾക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉദ്ദേശം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ പിടിവാശിയൊന്നുമില്ല, പക്ഷേ ഇസ്രായേൽ ആദ്യം ആക്രമണം നിർത്തിയാൽ അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങൾക്ക് മേൽ ആക്രമിക്കുന്നത് എന്ന് അവസാനിപ്പിക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഈ സീസ് ഫയർ അഗ്രിമെന്റുമായി, വെടിനിർത്തൽ കരാറുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. അപ്പോൾ അതിൽ പരിപൂർണമായി തള്ളുന്നില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തതുമായി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ആവാനാണ് സാധ്യത. ഈ ഉടൻ വരുന്ന മണിക്കൂറിൽ തന്നെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയും ഈ വെടിനിർത്തൽ ധാരണ ഒരു പരിപൂർണമായ ഒരു വ്യക്തതയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ തന്നെ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരാം. ഇപ്പോൾ അനൗദ്യോഗികമായാണ്, ഇനി ഔദ്യോഗികമായി തന്നെ അടുത്ത മണിക്കൂറിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ 6 മണിക്കൂർ സമയപരിധി എന്നുള്ളത് കൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ടെഹ്റാനിലെ സമയമാണെങ്കിൽ രാവിലെ 7:30, ഇസ്രായേലിലാണെങ്കിൽ അത് രാവിലെ 7 മണി. ഈ സമയപരിധിക്കുള്ളിൽ എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ ഫൈനൽ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിലപാടാണോ ഇരു രാജ്യങ്ങളും എടുത്തിരിക്കുന്നത്? കാരണം കൂടുതൽ ആൾനാശം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതൽ ആൾനാശം അത് തന്നെയാണ് അവിടുത്തെ വളരെ പ്രസക്തം. കാരണം ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ഈ ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ ഒരു കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തതായിട്ട് വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിലെ ബെർഷബ നഗരത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ ആശുപത്രിയൊക്കെ ആക്രമിക്കുകയും അത് വലിയ നാശമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ നഗരത്തിൽ ഈ രാവിലെ, അതായത് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ നടന്ന ആക്രമണത്തിൽ, ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 3 പേർ അവിടെ കൊല്ലപ്പെട്ടതായി വിവരം വരുന്നുണ്ട്. ആ ഒരു ദൃശ്യവും നമുക്ക് ലഭ്യമാണ്. അത് കണ്ടിട്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് വരാൻ തോന്നുന്നു. ശരി, ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അശ്വജിത്ത് സൂചിപ്പിച്ച ദൃശ്യങ്ങളിലേക്ക്. ഇസ്രായേലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെയൊക്കെ വരുന്ന ദൃശ്യങ്ങളിൽ ഇസ്രായേലിലെ പവർ പ്ലാന്റൊക്കെ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ 3 ഇസ്രായേലികൾ, അവിടുത്തെ പൗരന്മാർ കൊല്ലപ്പെട്ടതായുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഈ ആക്രമണത്തിലാണതെന്നാണ് മനസ്സിലാക്കുന്നത്. ദിവിഷ്, ഈ ബെർഷബ നഗരത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് 3 കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, 3 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു സ്ത്രീയുമുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെയോടെ ഈ മേഖലയിൽ കാര്യമായ ആക്രമണമാണ്
ഇറാൻ നടത്തിയത്. അവിടെ കെട്ടിടങ്ങൾക്കും കാര്യമായ നാശമുണ്ട് എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിലില്ല, പക്ഷെ എങ്കിൽ പോലും കെട്ടിടങ്ങൾക്കും കാര്യമായ നാശമുണ്ടെന്ന് പറയുന്നു. ഒപ്പം ഈ ഇസ്രായേലിലുടനീളം കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യാപകമായി അപായ സൈറനുകൾ മുഴങ്ങിയതായും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സമാധാനത്തിന്റെ അതാണ് ചില ഇറാനി മാധ്യമങ്ങൾ അശ്വത്ത് പങ്കുവയ്ക്കുന്നത്. ഇസ്രായേൽ ഇതിന് നിർബന്ധിതരായി, ഇറാന്റെ വ്യാപകമായ ആക്രമണത്തിൽ, മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ നിർബന്ധിതരായി സീസ് ഫയറിന് എന്ന നിലയിൽ ചില ഇറാനി മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ കൂടിയാണല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് നമ്മൾ സമാധാനം എന്നത് ഒരു വശത്ത് പറയുമ്പോൾ പോലും ഇത് ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന രീതിയിൽ സാധ്യമാവില്ല. തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അവസാന മണിക്കൂറുകളിലും ഒരുപക്ഷെ തങ്ങളാണ് ഏറ്റവും വിജയിച്ചതെന്ന്, അല്ലെങ്കിൽ തങ്ങൾക്കാണ് ഏറ്റവും മേധാവിത്വം കിട്ടിയതെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ധാരണയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതെന്ന് തോന്നുന്നു.